പാലക്കാട് തച്ചനാട്ടുകരയിൽ നിപ്പ സ്ഥിരീകരിച്ച യുവതി ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ് യുവതി. യുവതിയുടെ ബന്ധുവായ ഒരു കുട്ടിക്ക് കൂടി പനി ബാധിച്ചതോടെ പനി ബാധിതരുടെ എണ്ണം 4. എന്നാൽ പ്രാഥമിക പരിശോധനയിൽ കുട്ടികളുടെ ഫലം നെഗറ്റീവാണ്. പാലക്കാട്ട് ഇന്ന് അവലോകന യോഗം ചേർന്നേക്കും. CV അനുമോദ് വിവരങ്ങളുമായി. അനുമോദ്, ആശങ്കയുടെ സാഹചര്യം ഉണ്ടെങ്കിൽ പോലും ഏറ്റവും അടുത്ത ബന്ധു ആ കുട്ടിയുടെ ഫലം നെഗറ്റീവാണ് എന്നത് ആശ്വാസകരമാണ്. ഇപ്പോൾ ഈ യുവതിയുടെ ആരോഗ്യനില എങ്ങനെയൊക്കെയാണ് ചികിത്സ നടക്കുന്നത്? ഗുഡ് മോർണിംഗ് ശ്രീജ. പാലക്കാട്, മലപ്പുറം ജില്ലകൾ ശരിക്കും ഒരു നിപ്പയുടെ ആശങ്കയിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തച്ചനാട്ടുകര നിപ്പ ബാധിച്ച യുവതിയുടെ ആരോഗ്യനിലയെക്കുറിച്ചുള്ളതാണ്. ആ കുട്ടി 38-കാരിയായ യുവതി ഇപ്പോഴും ഗുരുതരാവസ്ഥയിലാണ്. അവർ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഇപ്പോഴും ചികിത്സയിലുള്ളത്. കഴിഞ്ഞ ദിവസത്തെ അതേ നില തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. അതുപോലെ തന്നെ 173 പേരാണ് ഈ ഒരു തച്ചനാട്ടുകര യുവതിയുടെ സമ്പർക്ക പട്ടികയിൽ ഉള്ളത്. അതിൽ ഏറ്റവും അടുത്തിടപഴകിയ അല്ലെങ്കിൽ സമ്പർക്ക പട്ടികയിലുള്ള ലക്ഷണങ്ങളുള്ള അവരുടെ പരിശോധനാ ഫലങ്ങളിൽ ഒന്ന് നെഗറ്റീവാണ് എന്നുള്ളതാണ് ആശ്വാസം നൽകുന്ന ഒരു കാര്യം. ഇതിൽ കൂടുതൽ പേർ ഈ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിലാണ് ഇവരുടെ സ്രവ പരിശോധന നടത്തുക. അപ്പോൾ അത്തരത്തിൽ ലക്ഷണങ്ങളുള്ളവരെ മാത്രമാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ പരിശോധനയ്ക്ക് വിധേയമാക്കുക എന്നാണ് ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുള്ളത്. അതുപ്രകാരം ആദ്യത്തെ ഫലം നെഗറ്റീവാണ് എന്നുള്ളത് ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. കൂടുതൽ പേർ ലക്ഷണം 4 പേർ ഇതിനോടകം തന്നെ പനിയുള്ളവരാണ്. അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവരുടെ ആരോഗ്യനില ആശങ്കപ്പെടുന്ന സാഹചര്യമല്ല. പക്ഷേ വരും ദിവസങ്ങളിൽ ഈ രോഗലക്ഷണങ്ങൾ എപ്രകാരമുണ്ട് എന്നതിനനുസരിച്ചായിരിക്കും അവരുടെ സാമ്പിളുകൾ ശേഖരിക്കുക. അതുപോലെ തന്നെ മലപ്പുറം മങ്കടയിലെ 19-കാരി നിപ്പ ബാധിച്ച് മരിച്ച 19-കാരി അവരുമായി ബന്ധപ്പെട്ട ആളുകളുടെ സമ്പർക്ക പട്ടികയിലുള്ളവരുടെ പരിശോധനയും അതിൻ്റെ വിവരശേഖരണവും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ 241 പേരാണ് മലപ്പുറം ജില്ലയിൽ ഈ രോഗിയുമായിട്ട് സമ്പർക്ക പട്ടികയിൽ ഉള്ളത്. അതിൽ തന്നെ 3 പേരുടെ സ്രവ പരിശോധനാ ഫലങ്ങൾ നെഗറ്റീവാണ്. അതും ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. ഇതിൽ നിപ്പയുടെ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അടുത്തിടപഴകിയ ആളുകളുടെ പരിശോധനാ ഫലം നെഗറ്റീവ് ആകുന്നു എന്നുള്ളതാണ്. അതുപ്രകാരം നിലവിൽ മലപ്പുറത്തും പാലക്കാടും ആരും തന്നെ ഈ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട ആരും തന്നെ പോസിറ്റീവായിട്ടില്ല എന്നുള്ളതാണ് നിപ്പ ഇത് നിയന്ത്രണ വിധേയമാണ് എന്ന സൂചനകൾ തരുന്നത്. എന്താണെങ്കിലും ഇതൊരു തുടക്കം മാത്രമാണ്. ഇനിയും 2 ആഴ്ച കൂടി ഈ ഒരു സാഹചര്യം തുടരേണ്ടതുണ്ട്. ഇവരുമായി ഈ സമ്പർക്ക പട്ടികയിലുള്ള എല്ലാവരും ഐസൊലേഷനിലാണ് പോകേണ്ടത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടികളാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ ആശങ്കപ്പെടേണ്ട അവസ്ഥയില്ല എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പിൻ്റെ വിലയിരുത്തൽ. ശരി, അനുമോദാണ് വിവരങ്ങൾ നൽകിയത്.